ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എല്ലാവർക്കും ബട്ടർഫ്ലൈസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് അയല മീൻകറി വെക്കുന്നതാണ് കാണിക്കുന്നത്. ആദ്യം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഞങ്ങളായിട്ടൊന്ന് ഇടുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് കടുകാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്, ഉലുവയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ കടുക്. അടുത്ത നമ്മൾ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലതുപോലെ ആ വെളിച്ചെണ്ണയിൽ കിടന്ന് കടുകും ഉലുവയും നല്ല വൃത്തിക്ക് തിളച്ചതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ആണ് അടുത്ത് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നല്ലവണ്ണം നമ്മൾ വഴറ്റി കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്ത് അതിനുശേഷം നമ്മൾ തക്കാളിയാണ് ഇടാൻ പോകുന്നത്. തക്കാളി ഇട്ട് അത് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾക്ക് അതിന് ആവശ്യമുള്ള മസാലകളെല്ലാം ചേർക്കാവുന്നതാണ്. അത് ഒരു വഴണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്, എല്ലാം കൂടെ മിക്സ് ചെയ്യുകയാണ്. ഒരുപാട് മീനുള്ളതുകൊണ്ടാണ് വലിയ ചട്ടിക്കകത്ത് വെക്കുന്നത്. നമ്മൾ മീൻകറിക്ക് ആവശ്യമായ പൊടികളെല്ലാം ചേർക്കുകയാണ്. ആദ്യം നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അതിനുശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തു. അതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അടുത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ഇപ്പോഴാണ് ചേർത്തത്. അത് നന്നായിട്ട് ഇളക്കി എല്ലാം കൂടെ മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമെല്ലാം മാറുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം നമ്മൾ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പാകത്തിന് പുളിയും ഉപ്പും കൂടി അതിനകത്ത് ചേർക്കുകയാണ്. നമ്മൾ 2.25 ടേബിൾ സ്പൂണ് ചെറിയ ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ടത്. നമ്മൾ ഉപ്പിട്ട് കൊടുത്തു. ഇനി അടുത്ത് നമ്മൾ തോട്ടുപുളി ആണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. തോട്ടുപുളി ആവശ്യത്തിനാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഉപ്പും മുളകും അതെല്ലാം കൂടി ഒന്ന് ഉപ്പും പുളിയും മുളകും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട്
ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്ക് തിളപ്പിച്ച് നല്ല മിക്സായിട്ട് വരുമ്പോഴത്തേക്ക് നല്ല തിളച്ച് വരുമ്പോഴത്തേക്ക് 2-3 തിളയാകുമ്പോഴത്തേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മീൻ ഇടുകയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ മീൻകറി തിളയ്ക്കണം. അപ്പോൾ നമ്മളിത് ഒരു 10 മിനിറ്റ് അടച്ച് വെക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. 10 മിനിറ്റിന് ശേഷം നമ്മൾ മീൻകറി തുറന്ന് നോക്കിയിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട്, അതുപോലെ നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീ സിമ്മിലിട്ടിട്ട് ഒന്നും കൂടെ തിളപ്പിക്കാം. അപ്പോൾ മീൻകറി നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുകയാണ്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇപ്പോൾ ഒഴിക്കുകയാണ്. ചുറ്റും കറക്കിയാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.